ദിയായിടം നടത്തുന്ന തെരഞ്ഞെടുപ്പ് വഴികളിലൂടെയുള്ള യാത്രയിലേക്ക് മാന്യപ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം 1991 മുതൽ MLA ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻറ്റ്, KPC ജനറൽ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വഴികളിൽ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണെന്ന് അന്വേഷിക്കാം നമുക്ക് ഈ പരിപാടിയിലൂടെ. സ്വാഗതം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 1991 മുതൽ MLA ആണ്. ആ MLA പാർലമെൻറ്റിലേക്ക് ഒരിക്കലും മത്സരിച്ചിട്ടില്ല. പക്ഷേ എല്ലാ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും സംഘടനാ ചുമതലയും തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചുമതലക്കാരനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു അനുഭവത്തിൽ നിന്നും 2024 വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്, അത് ഇതിനു മുമ്പ് താങ്കൾ പ്രവർത്തിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ചരിത്രപരമായി എന്തെങ്കിലും പ്രത്യേകതയുള്ളതാണ്? സ്വാഭാവികമായിട്ടും വ്യത്യാസമുണ്ട്. ഇതുവരെയുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പലതിലും ഒരു ആദർശപരമായ റെപ്പറ്റേഷനാണ് വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇന്ത്യ എങ്ങോട്ട് പോകുന്നു എന്നുള്ള വിധിയെഴുത്ത്, നിർണായകമായ വിധിയെഴുത്ത് നടത്തേണ്ട തെരഞ്ഞെടുപ്പായി ജനങ്ങൾ ഇതിനെ വിലയിരുത്തുകയാണ്. അതിന് കാരണം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു 6 മാസത്തിനിടയിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ചില ഭേദഗതികളാണ്. ഭരണഘടനയ്ക്ക് ഭേദഗതി ഉണ്ടാക്കിയിട്ടുണ്ട്, ജനറൽ തിങ്കിങ്ങിനകത്ത് മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ ഇന്ത്യയാക്കി മാറ്റുന്നതിന് വേണ്ടി നിർണായകമായ പങ്കുവഹിച്ച നേതാക്കന്മാരുടെ പേരുകൾ തമസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ദേശീയത തന്നെ സത്യം പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പോലെയാകും വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പൊന്നും ആരും കരുതുന്നതേയില്ല. കാരണം ഈ 2024 കൂടി വീണ്ടും മോഡി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉറച്ച മോഡിയായിരിക്കും നമ്മളുടെ ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് വരുന്നത്. മാത്രമല്ല, ശ്രീ നരേന്ദ്രമോദിക്ക് തൊട്ട് താഴെയുള്ള ഒരു 2ാം നിരയുണ്ട്. ആ 2ാം നിര നിൽക്കുന്ന ആരാ? ആ 2ാം നിര മതനിരപേക്ഷത എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകളാണ്. അവർക്ക് ഏകമതത്തെക്കുറിച്ചാണ് അവരുടെ ചിന്തയുള്ളത്. അപ്പം മതനിരപേക്ഷത എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിതമായ ഒരു നിലപാട് അത് ഇല്ലാതെ പോകുമെന്ന് ആളുകൾ കരുതുകയാണ്. ഭരണഘടനാ ഭേദഗതി ഉണ്ടായേക്കും എന്നാളുകൾ ശങ്കിക്കുകയാണ്. അതിന് കാരണം 3/2 ഭൂരിപക്ഷത്തോടു കൂടിയും ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു കക്ഷിയായി BJP കേന്ദ്രത്തിൽ വന്നാൽ സ്വാഭാവികമായും ഇന്ത്യയുടെ ഭരണഘടനയെ പോലും അവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ദീർഘകാലമായി നമ്മൾ ഫൈറ്റ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള നമ്മളുടെ ഭരണഘടന, ആ ഭരണഘടന ഒരു കാലഘട്ടത്തിലും ഇവിടെ നശിക്കാനിടയാകരുത്. നമ്മൾക്ക് പാർട്ടികൾ, ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് വരുന്ന പാർട്ടികൾ മാറട്ടെ, പക്ഷേ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉള്ളടക്കം ഉണ്ടാകേണ്ട ഭരണഘടന തന്നെ മാറ്റുകയാണെങ്കിൽ പിന്നെ ഇവിടെ പോയി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് ഭരണഘടനാ സംരക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ അഖണ്ഡതയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ രക്തധമനികളിലോടുന്ന മതനിരപേക്ഷ ശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിന് വിജയമുണ്ടാകണം, മതനിരപേക്ഷതയ്ക്ക് വിജയമുണ്ടാകണം. അതിനുള്ള പരിശ്രമം നടന്നേ മതിയാകൂ എന്നുള്ളതാണ് ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി 2024 തെരഞ്ഞെടുപ്പിൽ ആളുകൾ വിലയിരുത്തുന്നത്. ഇത് നമുക്കറിയാം, ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ സങ്കല്പം തന്നെ അധിഷ്ഠിതമായിരിക്കുന്ന മൂല്യങ്ങളാണ് ജനാധിപത്യവും മതനിരപേക്ഷതയും. ഇക്കാര്യത്തിൽ ദേശീയ പ്രസ്ഥാനകാലം മുതൽ കോൺഗ്രസ് വഹിച്ചിട്ടുള്ളൊരു വലിയ പങ്കുണ്ട്. ഒരിടക്കാലത്ത് അടിയന്തരാവസ്ഥയിൽ ഏകാധിപത്യത്തിൻ്റെ സ്വഭാവം വന്നുവെങ്കിലും കോൺഗ്രസ് അതിനെ മറികടക്കുകയും എല്ലാ കാലവും കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ചില അബറേഷൻസ് ഒക്കെ വേണമെങ്കിൽ വിമർശകർക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിലും മതനിരപേക്ഷത എന്നുള്ള കോർ വാല്യൂവിനെ നിലനിർത്തി ഈ രാഷ്ട്രത്തെ ഒരു പലതരത്തിലുള്ള സംസ്കാരങ്ങളുടെ സമന്വയ ഭൂമിയാക്കി നിലനിർത്തുന്നതിൽ കോൺഗ്രസ് വഹിച്ചത് വലിയൊരു പങ്കാണ്.
ആ പങ്കുവഹിച്ച കോൺഗ്രസ് ഈ പറയുന്ന മതനിരപേക്ഷ ജനാധിപത്യ സങ്കല്പം അത് രണ്ടും നിലനിൽക്കണമോ വേണ്ടയോ എന്ന് കൃത്യമായും തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിലിപ്പോഴും കോൺഗ്രസിൻ്റെ ചില കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തതയില്ലായ്മ ഉണ്ടോ? ഒരു കാരണവശാലും ഇല്ല. ഇപ്പം ചില ആളുകൾ മതബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മതരാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം ആളുകൾ, മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന മറ്റൊരു സെറ്റ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള നമ്മളുടെ ശബ്ദം ഒരു നൂറ്റാണ്ടിൻ്റെ ശബ്ദമാണ്. കഴിഞ്ഞ ആഴ്ചയിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ നമ്മൾ ആരംഭിച്ചതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം. മഹാത്മാഗാന്ധി കൊടുത്ത ലീഡർഷിപ്പിനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം. ജവഹർലാൽ നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും നിലപാടുകളെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അപ്പം മതനിരപേക്ഷത എന്ന് പറയുന്നത് വെറും പുസ്തകത്താളിൽ നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളതല്ല, ഒരു ഇമോഷണൽ എമർജൻസ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായതാണ്. ആ എമർജൻസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിയില്ലേ. നമ്മളുടെ ഈ സമൂഹത്തിലുണ്ടാകുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെയും ജീർണതകൾക്കെതിരെയും തലപൊക്കാൻ ഒരു തലമുറയെ ശക്തിപ്പെടുത്തിയത് സ്വാതന്ത്ര്യ സമരമാണ് എന്നുള്ള സത്യമല്ലേ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മതനിരപേക്ഷതയെയും ഈ ഭരണഘടനയെയും കാണേണ്ടത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് എന്താ? അതിന് നേതൃത്വം കൊടുത്ത രാഷ്ട്ര നേതാക്കന്മാർ തന്നെ. ലോകം എത്ര അവർ ആദരിച്ചാലും ശരി, അവർ പിറന്നു വന്ന ഈ മണ്ണിൽ അവർക്ക് ഔദ്യോഗികമായ ആദരവ് കൊടുക്കില്ല എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് ജവഹർലാൽ നെഹ്റു എന്നുള്ള നേതാവ് വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രശില്പിയാണ്. ആ നേതാവ് പ്രതിദാനം ചെയ്തിട്ടുള്ള മൂല്യബോധത്തെയും മൂല്യവ്യവസ്ഥയെയും എങ്ങനെ താറടിച്ച് കാണിക്കാം. പക്ഷെ അതിനൊക്കെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നുണ്ടോ? ഇല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിരോധത്തിൻ്റെ ശക്തിയുടെ പ്രശ്നമല്ല, അത് വേറൊരു വശമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ അവിടെ പ്രതിരോധത്തിൻ്റെ അല്ലല്ലോ, ഇവരിങ്ങോട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളല്ലേ. രാജ്യത്തിൻ്റെ ഒരു ഏകത്വം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള അതിന് ചേരുന്ന ഒരു സമീപനമല്ലേ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത്. അതിനേക്കാൾ വ്യത്യസ്തമായി അത് മൾട്ടിപ്ലിസിറ്റി, സമൂഹത്തെ ഛിന്നഭിന്നമാക്കുക, അതിനു വേണ്ടിയുള്ള പരിശ്രമം നടക്കുമ്പോൾ അവർക്ക് ബാക്കിയുള്ളതിനെ എല്ലാം ഫത്സിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ജവഹർലാൽ നെഹ്റുവിനെ പോലും ഇപ്പോൾ പ്രതിക്കൂട്ടി കയറ്റുകയല്ലേ. ചരിത്രം അദ്ദേഹം തിരുത്തിയെന്നല്ല പറയുന്നത്. ഈ ഭരണഘടന ഉണ്ടാകാനുള്ള കാരണം ജവഹർലാൽ നെഹ്റു തന്നെയാണ് എന്നല്ലേ ഇപ്പോൾ BJPയുടെ പ്രമുഖരായ ചില ആളുകൾ പ്രസംഗിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ വേറെ അർത്ഥം കൊണ്ട് ഈ ഭരണഘടന വേണ്ട എന്നൊരർത്ഥം കൂടെ അവർ ഉണ്ടല്ലോ. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന നാഥൂറാം ഗോഡ്സെയെ ആദരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ചെറുതാണെങ്കിലും ഉണ്ട് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് എന്താ? ഇന്ത്യ രാജ്യത്തെ 143 കോടി ജനങ്ങൾക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യത്തെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. അവർ വിഭിന്നതയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന ഇത് ഒരു ഇന്ത്യയുടെ ഹൃദയഭൂമി, അത് ഹിന്ദി ബെൽറ്റാണ്. ആ ഹിന്ദി ബെൽറ്റിൽ കിടക്കുന്ന ഒരു പറ്റം ലോക്സഭാ സീറ്റുകൾ കണ്ടുകൊണ്ടാണ് ഇതെല്ലാം കത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ പോപ്പുലേഷൻ ഉള്ളതാണ്. പടിഞ്ഞാറൻ ഇന്ത്യ വ്യത്യസ്തമായ പോപ്പുലേഷൻ ഉള്ളതാണ്. ഇവിടെ തെക്കേ ഇന്ത്യ സ്വാഭാവികമായും എല്ലാവരും കൂടി ചേരുന്നതാണ്. പക്ഷേ ഇവിടെ മധ്യപ്രദേശ് അടക്കം, രാജസ്ഥാൻ അടക്കം, UP അടക്കം അങ്ങനെയുള്ള ഒരു ഹിന്ദി ബെൽറ്റ്, അതിൽ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുക, അവിടെ നിന്ന് ഭൂരിപക്ഷം സംഘടിപ്പിക്കുക, ബാക്കിയുള്ളത് എങ്ങനെയും പോകട്ടെ എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ BJP എടുത്തുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ആയിരിക്കും തന്നെ, അതങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് ചില കാര്യങ്ങൾ സമീപകാലത്തുണ്ടായ ചില സംഭവം, ഉദാഹരണത്തിന് രാമക്ഷേത്രം അയോധ്യയിലുണ്ടാക്കി. അത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്താണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയതെന്നുള്ളത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോടതി പറഞ്ഞു എന്നുള്ളത്, കോടതി എപ്പോഴും അതൊരു പ്രശ്നത്തിൻ്റെ പരിഹാരം എന്നുള്ളതല്ലാതെ അതിൻ്റെ വാദഗതികൾ ശരിയാണെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞില്ല. അത് ഉണ്ടാകുന്നു. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ടും അറിയാം, ഇത് രാമഭക്തിയിൽ അധിഷ്ഠിതമായി ഉണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രമല്ല, അത് രാഷ്ട്രീയമാണ്.
അത് BJPയുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിലൂടെ ധ്രുവീകരണം കൂടുതൽ, അതായത് ഹിന്ദുത്വ, അതായത് പരിവാർ ശക്തികളുടെയും ഹൈന്ദവത എന്നൊരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ആ ധ്രുവീകരണം കൂടുതലുണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രം വരെ. അപ്പോൾ രാഷ്ട്രീയമായി അതിന് മതവും ഭക്തിയുമായി ആ ക്ഷേത്രത്തിനൊരു ബന്ധമില്ലെന്നും ഇത് ഇവരുടെ താല്പര്യമാണെന്നുള്ളതും വളരെ വ്യക്തമാണ്. ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൽ പക്ഷേ എന്ത് നിലപാടെടുക്കണം, ക്ഷണം കിട്ടിയപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ച് നിലപാടെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. അതുപോലെ ഇന്ത്യ മുന്നണി കഴിഞ്ഞ നിയമസഭ രാജസ്ഥാനിലും മധ്യപ്രദേശിലും നടന്ന അത് 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ്, അതിൽ തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചു, തെക്കേ ഇന്ത്യയിലാണ്. നേരത്തെ കർണാടകത്തിൽ ജയിച്ചു. പക്ഷേ കർണാടക ജയം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഒരു മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമെങ്കിലും എന്തായാലും ഉറപ്പായും കോൺഗ്രസ് വരുമെന്നാണ്. വന്നില്ല. മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഒരു റാലി പോലും നടത്താൻ അവിടുത്തെ നേതാവായ കമൽനാഥിന് അതിനെ തടയുകയും ചെയ്തു. അപ്പോഴും കേന്ദ്ര നേതൃത്വം ഇടപെട്ടിട്ട് ആ ജനാധിപത്യ മതേതര ശക്തികളുടെ കൂട്ടായ്മയാണ് ഉണർന്നു വരുന്നതെന്നൊരു നിലപാടെടുക്കാൻ പറ്റിയിട്ടില്ല. കമൽനാഥാവട്ടെ ഇപ്പം BJPയിൽ പോയി ചേക്കേറുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് അശോക് ചവാനും പോകുന്നു. ഇത് 2 സംശയങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ നേതൃപരമായ ശക്തി കുറഞ്ഞു വരുന്നുണ്ടോ? പ്രാദേശിക ഛത്രപതിമാർ അവരെടുക്കുന്ന തീരുമാനം, ആ ഛത്രപതിമാരമാകട്ടെ ഒരുതരം മൃദു ഹിന്ദുത്വം ലൈനിൽ സ്വീകരിക്കുകയും ചെയ്യുന്നു. തീവ്ര ഹിന്ദുത്വം ഒരു സ്ഥലത്ത് നിൽക്കുമ്പം ഇപ്പുറത്ത് മൃദു ഹിന്ദുത്വം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ കോൺഗ്രസ് എടുക്കേണ്ട നിലപാടായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുക, അതിനുവേണ്ടി പോലെ രാഹുൽ ഗാന്ധി അത് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി പലപ്പോഴും ഈ ആദർശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്രയുണ്ടാക്കിയൊരു റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ പ്രാദേശിക തലത്തിൽ നിൽക്കുന്ന വലിയ നേതാക്കന്മാർ, അവർക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ BJP ആയാലും മതി, അതാണല്ലോ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തതയുടെയും കേന്ദ്രീകൃതമായ ഒരു നേതൃത്വ ദൗർബല്യത്തിൻ്റെയും പ്രശ്നം കോൺഗ്രസ് നേരിടുന്നില്ലേ? 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് ചോദിച്ചു. നമ്പർ 1, കോൺഗ്രസിൻ്റെ ചിന്ത മൃദു ഹിന്ദുത്വമാണോ എന്നുള്ളത്. ഒട്ടുമല്ല, ഞാനത് പറയാം. 2, അതിന് കാരണം രാമക്ഷേത്രം പണിത സമയത്ത് കോൺഗ്രസ് ബഹിഷ്കരിച്ചില്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു പോകണമെന്ന് പിന്നെ തീരുമാനിച്ചു. പക്ഷേ ആദ്യം തീരുമാനം പറയാം. 3, ഫ്യൂച്ചറിലുള്ള കോൺഗ്രസിൻ്റെ നിലപാടുകൾ. ഇതിൽ രാമക്ഷേത്രം പണിതത് ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ? അതെ. ആ എഗ്രിമെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ് ഉണ്ടാക്കിയല്ലേ? ആ എഗ്രിമെൻറ്റിനകത്ത് 2 വ്യവസ്ഥകളുണ്ടായിരുന്നില്ലേ? ഒരിടത്ത് രാമക്ഷേത്രം പണിയുക, മറുഭാഗത്ത് മോസ്ക് ഉണ്ടാക്കുക. മോസ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ഭൂമി കൊടുത്തു, പണം കൊടുത്തു. രാമക്ഷേത്രത്തിന് വേണ്ടി പണം കൊടുത്തു, പണ്ട് മോസ്ക് ഇരുന്ന സ്ഥലം ആ സ്ഥലം തന്നെ കൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ രാമക്ഷേത്രം പണിത് പൂർത്തിയാകുന്ന സമയത്ത് ഈ എഗ്രിമെൻറ്റിൻ്റെ മറുഭാഗമായ ആ മോസ്കിൻ്റെ പണി എന്തുകൊണ്ട് താമസിപ്പിച്ചു? അത് BJP ജനങ്ങളുടെ മറുപടി പറയേണ്ട കാര്യമാണ്. ആ മോസ്കും തുല്യമായി ഉയരേണ്ടതല്ലേ? അതിനുവേണ്ടിയല്ലേ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയ. എഗ്രിമെൻറ്റിനകത്ത് A പാർട്ടി, B പാർട്ടി, C പാർട്ടി. C പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെൻറ്റാണ്. A പാർട്ടി എന്ന് പറയുന്നത് രാമക്ഷേത്രം വേണമെന്ന് പറയുന്നവരാണ്. B പാർട്ടി എന്ന് പറയുന്നത് അവിടെ മോസ്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി വാദിക്കുന്നവരുമാണ്. ഇപ്പോൾ വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യേണ്ടത് 2 കൂട്ടരും ഒരുപോലെ കൈകാര്യം ചെയ്യട്ടെ. രാമക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ആ മോസ്ക് പണിയുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണ്ടേ? അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണ്ടേ? അപ്പോൾ BJPയുടെ ആവശ്യം രാമക്ഷേത്രം നേരത്തെ പണിത് തീർക്കുക. എന്തുകൊണ്ടാണ്? ഞങ്ങളെ കൊണ്ടാണ് ഈ ക്ഷേത്രം ഉണ്ടായത്, അല്ലെങ്കിൽ ഇതുണ്ടാവില്ല എന്നൊരു ഫീലിംഗ് ഹിന്ദു സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ഒരു നാടകമാണ്. അതാണ് ഞാൻ പറഞ്ഞ രാഷ്ട്രീയം. അത് രാഷ്ട്രീയമാണ്, അവരുടെ രാഷ്ട്രീയമാണ്, ഭക്തിയല്ല. അതേസമയം ആ എഗ്രിമെൻറ്റിൻ്റെ B പാർട്ടിയായിട്ടുള്ള ആ എഗ്രിമെൻറ്റിൽ അവിടെ മോസ്കും കൂടെ പണിതിരുന്നെങ്കിലോ 2ഉം തുല്യമായി പോകേണ്ടതല്ലേ? ആ തുല്യത വന്നിരുന്നു എന്ന് വരികിൽ ജനങ്ങളിൽ ഡിവിഷൻ ഉണ്ടാകുമായിരുന്നോ? ഇത് ബോധപൂർവമായി ജനങ്ങളിൽ ഡിവിഷൻ ഉണ്ടാക്കി മതനിരപേക്ഷതയ്ക്ക് ഒരു കാര്യവുമില്ല എന്ന് വരുത്തുന്നതിന് വേണ്ടി നടത്തിയ നിഗൂഢമായ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയില്ലേ? അതാണ് ഈ സംഭവത്തിനകത്ത് നടന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ സമീപനം. കോൺഗ്രസ് ഒരിക്കലും മതത്തിനെതിരല്ല. ജവഹർലാൽ നെഹ്റു മതത്തിനെതിരല്ല, പക്ഷേ ഒരു മതവിശ്വാസിയായിരുന്നില്ല. മഹാത്മാഗാന്ധി മതവിശ്വാസിയായിരുന്നു, പക്ഷേ മറ്റൊരു മതത്തിനും എതിരല്ല. മതത്തിൻ്റെ യോജിപ്പ് വേണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. മഹാത്മാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവും ഇല്ലാത്ത
വേറൊരു ക്ലാരിഫിക്കേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പേരിൽ എനിക്ക് കൊടുക്കാൻ ശക്തിയുണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അതിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയല്ലേ എടുക്കേണ്ടത്. അതിന് പകരം എല്ലാ ആളുകളും കോൺഗ്രസിനെ കുത്തി വേദനിപ്പിക്കാനും കോൺഗ്രസിൻ്റെ മതനിരപേക്ഷത ശരിയാണോ എന്ന് മേലിലോട്ട് വരച്ച് ഇതിൻ്റെ വേരെന്ന് ടെസ്റ്റ് ചെയ്യാനും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കും എന്ന് പ്രതീക്ഷിച്ച കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി, അവരിതിനകത്ത് കോൺഗ്രസിനെ പിന്തുണയ്ക്കല്ലേ ചെയ്യേണ്ടത്. അവർ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുകയും ഫലത്തിൽ അവരുടെ വാദം മുഴുവൻ മതാധിഷ്ഠിതമായ ഒരു രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് അനുകൂലമായി കൊണ്ടുപോവുകയും ചെയ്യുന്ന വാദഗതികളല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ആ കാര്യത്തിൽ കൃത്യമായ നിലപാടെടുത്ത ഒരു നേതാവുണ്ട്. മഹാനായ ആ നേതാവിൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുക അത് ശരിയല്ല എന്ന് നമ്മളുടെ ഒരു പുരോഗമന ചിന്താഗതി ഉൾക്കൊള്ളുന്ന അതിനുവേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ആളുകളെങ്കിലും പറയണ്ടേ? അവരൊന്നും മിണ്ടുന്നില്ലല്ലോ. നെഹ്റു ആണെങ്കിൽ പോകട്ടെ, തലക്കെട്ടൊന്ന് കിടന്നോട്ടെ എന്ന് തീരുമാനിക്കുകയല്ലേ ചെയ്തത്. എന്നാൽ അത് ശരിയല്ല എന്നൊരു നിലപാടെടുക്കണ്ടേ? സങ്കീർണമായൊരു പ്രശ്നത്തിനകത്ത് ഒരു ഗവൺമെൻറ് ഏകപക്ഷീയമായി പോയതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഏകപക്ഷീയമായി പോയി എന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരേ എഗ്രിമെൻറ്റിൻ്റെ 2 താളാണ്. ഒന്നാമത്തെ താളിൽ അവിടെ ക്ഷേത്രം പണിയാൻ എല്ലാവരും ഒപ്പുവെച്ചതാണ്. ആർക്കും തള്ളി പറയാൻ പറ്റിയില്ല. ഇത്രയും വർഷങ്ങളായിട്ട് നെഗറ്റീവായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ താളിനകത്ത് മോസ്ക് പണിയുന്നതാണ്. ആ മോസ്ക് പണിയതില്ല, അത് തെറ്റാണ്. രണ്ടും ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഫാബ്രിക് എത്ര വളരുമായിരുന്നു, ലോകം നമ്മളെ എത്ര മാനിക്കുമായിരുന്നു. അടുത്തത് ഞാൻ ആ ചോദ്യത്തിൽ തന്നെ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ച കാര്യം. അത് കമൽനാഥ് അതനുവദിക്കാതിരുന്നു. കമൽനാഥ് ഇപ്പോൾ BJPയിൽ പോകുന്നു. ഇങ്ങനെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കൾ, ഓർക്കണം, മധ്യപ്രദേശിൽ ഈ കോൺഗ്രസ് ജയിച്ച സ്ഥാനത്ത് അത് BJP പിടിച്ചെടുത്തതാണ്. ഇത്തവണ ജയിച്ചു വരാൻ വേണ്ടിയിട്ട് നേതൃത്വം കൽപ്പിക്കപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട ഒരാൾ നേരെ BJPയിലേക്ക് ഒരു പ്രശ്നമില്ല. രണ്ടും തമ്മിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു പ്രശ്നമില്ല. ഈ സമുന്നതരായ നേതാക്കൾ കോൺഗ്രസിൻ്റെ തലപ്പത്ത് നിന്നും BJPയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾക്കത് വേറൊരു സിഗ്നലല്ലേ കൊടുക്കുന്നത്. ഇത് മറ്റേ ശക്തരായിരിക്കുന്നവരുടെ കൂടെ പോവുക എന്നുള്ളൊരു മെസ്സേജല്ലേ കൊടുക്കുന്നത്. കൂറുമാറ്റക്കാർ എല്ലാ കാലത്തും ഏത് രാജ്യത്തുമുണ്ട്. ഇന്ത്യയിൽ അത് കുറച്ച് കൂടുകയും ചെയ്യും. അധികാരം അങ്ങനെ വന്ന് മതിച്ച് ജീവിച്ചിട്ടുള്ള ആളുകൾ അധികാരമില്ലാതെ ഒരു നിമിഷം പോലും അവർക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല. വെള്ളത്തിനകത്ത് മീൻ കിടക്കുന്ന പോലെയാണ്. അവർ വെള്ളത്തിന് പുറത്ത് പോയ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അധികാരം വേണം. അതുകൊണ്ട് ഏറ്റവും നല്ലവർക്ക് അത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള അവർ വലിയ ഭയഭക്തിയും അതിനു വേണ്ടിയുള്ള സ്വീറ്റ്നെസ്സും അല്ല. അവിടെയാണ് ഇപ്പോൾ തൽക്കാലം അധികാരം ഇരിക്കുന്നത്. അതുകൊണ്ട് പതുക്കെ ഒരു കാലം അങ്ങോട്ട് വെച്ചാൽ നമ്മുടെ താല്പര്യമൊക്കെ സംരക്ഷിക്കപ്പെടും എന്നുള്ള തോന്നലിലാണ് ഇതിൽ പലരും പോയത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് അത് അധികാരം കൊണ്ട് തെറ്റിപ്പിടിക്കുന്നതാണ്. അതിനുള്ള വെട്ടിപ്പിടുത്തമാണ്. ആ പിടുത്തമാണ് നടക്കുന്നത്. അങ്ങനെ പോകുന്ന ആളുകളൊന്നും അതുതന്നെയാണ് ഞാൻ ഉന്നയിച്ച പ്രശ്നവും. ഈ അധികാരവും ആ അധികാരം നൽകുന്ന സൗകര്യങ്ങളും അല്ലെങ്കിൽ ആ അധികാരം ഒരു പ്രത്യേക മനോഭാവം കൂടെയാണല്ലോ. ആ മനോഭാവം അതിൽ നിങ്ങൾ ആദർശത്തെ പിടിക്കണോ, ഈ അധികാരം തരുന്ന ലാഭങ്ങളെയും സുഖങ്ങളെയും പിടിക്കണമോ എന്ന്. അധികാരം പലപ്പോഴും നമ്മുടെ ഒരു ജനാധിപത്യ സംഘടന ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെയാണൊരു പ്രശ്നം. ഈ പറയുന്ന ഇപ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് ജീവൻ കൊടുത്ത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എത്രയോ ആളുകൾ കോൺഗ്രസിനൊപ്പം അന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റുകളായ ആളുകളൊക്കെ അന്നുണ്ടായിരുന്നു. ഇല്ലാതിരുന്ന ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് പറയുന്നവർ മാത്രമേ ഉള്ളൂ, ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നുള്ളൂ. അപ്പോൾ ഈ ആദർശപ്രേരിതമായ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന്, ആദർശാധിഷ്ഠിതമായ മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കൾ അവർ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു. അത് BJPക്ക് ഒരു സൗകര്യമായി മാറുന്നില്ല ഇവിടെ. യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അധികാരത്തോട് വിട പറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനങ്ങൾ എത്രയോ ഉണ്ട്. പശ്ചിമ ബംഗാളിൽ എത്രയോ വർഷമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടെ പ്രതിപക്ഷത്തായിരിക്കുന്നത്. ആരെങ്കിലും കൂറുമാറിപ്പോയോ? ചിലപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നാട്ടുപുറത്തെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ഞും ചരിച്ചും നിന്നിട്ടോ. പക്ഷേ സംഘടിതമായ ഒരു കൂറുമാറ്റം പശ്ചിമ ബംഗാളിലുണ്ടോ?
തമിഴ്നാട്ടിൽ എത്രയോ വർഷങ്ങളായി 1967 ശേഷം തമിഴ്നാട്ടിലൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കോൺഗ്രസ്സിന് പറ്റിയിരുന്നില്ല. അവിടെ കെ കാമരാജ് അടക്കം ഇവിടെ ഇങ്ങോട്ട് സി സുബ്രഹ്മണ്യം അടക്കം എത്ര ഭക്തവത്സലമടക്കം എത്രയോ പ്രമുഖന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ്. 67 ശേഷം ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ആരെങ്കിലും കൂറുമാറി പോയിട്ടുണ്ടോ? താഴെ നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ഒരു വള്ളം മാറി ചവിട്ടിയിട്ടുണ്ടാവും. പക്ഷേ പ്രസക്തമായ രൂപത്തിൽ ആളുകളുടെ മുമ്പിൽ എടുത്ത് പറയാൻ പറ്റത്തക്ക വിധത്തിൽ കൂറുമാറിയില്ലല്ലോ. അവരെല്ലാം നിൽക്കുകയല്ലേ. തെലുങ്കാനയിൽ ആരെങ്കിലും അങ്ങോട്ട് കൂറുമാറിയോ? അവസാനം തെലുങ്കാനയിൽ നമ്മളെടുത്ത നിലപാട് കറക്റ്റാണ് എന്ന് ജനങ്ങൾ വിധിയെഴുതിയില്ലേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ചില ആളുകൾ അവർക്ക് തൽക്കാലത്തൊരു ആശ്വാസം കിട്ടുവാനും മറ്റ് പലതിൽ നിന്നും രക്ഷപ്പെടാനും, ഞാനത് വിശദീകരിക്കുന്നില്ല, മനസ്സിലാവും, മറ്റ് പലതിൽ നിന്നും രക്ഷപ്പെടാനും അവർക്കൊരു കൂറുമാറ്റമാണ് മെച്ചം എന്ന് കണ്ടെത്തി പോകുന്ന ആളുകൾ അത് അവസരവാദികളാണ്. അത് നമുക്കൊരു മാതൃകയാക്കി എടുക്കാൻ പറ്റുകയില്ല. പക്ഷേ താഴെ പണിയെടുക്കുന്ന പാവപ്പെട്ടവരുണ്ട്. ആ പാവപ്പെട്ടവരാണ് ഈ സംസ്ഥാനം, ഞാൻ പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്. കേരളം തന്നെ നോക്കാം. കേരളത്തിൽ 8 കൊല്ലമായി നമ്മൾ പ്രതിപക്ഷത്തല്ലേ? ആണെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഭരണകക്ഷി യഥാർത്ഥത്തിൽ അടിച്ചമർത്തൽ പണിയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ചിന്ന കാര്യമുണ്ടായാലും കോൺഗ്രസ്സുകാർക്കെതിരെ കേസെടുക്കുകയല്ലേ? അത് 1, 2 അല്ല, 500 പേര് കണ്ടാലറിയാവുന്ന പ്രതികൾ എന്നൊക്കെ പറഞ്ഞങ്ങ് എഴുതുകയല്ലേ? മനഃപൂർവ്വം പറഞ്ഞു കൊടുത്തിട്ടല്ലേ അത് എഴുതുന്നത്. എന്നിട്ടും അറിയപ്പെടുന്ന ഏതെങ്കിലും നേതാവ് ഇവിടെ നിന്ന് മാറി മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പം പോയോ? അപ്പോൾ അടിച്ചമർത്ത എന്തുകൊണ്ടാണ് നമ്മളത് പോകാതിരിക്കാൻ കാരണം എന്താ? നമ്മൾ എല്ലാ രൂപത്തിലും കഷ്ടപ്പെട്ട് മേളിൽ വന്നിട്ടുള്ള ആളുകളാണ്. ഇതിനകത്ത് എല്ലാ രൂപത്തിലും വേദനയും ദുഃഖവും അനുഭവിച്ചു വന്നിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഈ കൂറുമാറ്റം ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ മാതൃപ്രസ്ഥാനത്തിനകത്ത് അടിയുറച്ച് നിൽക്കുകയാണ്. പക്ഷേ ഡൽഹിയിലെ അന്തരീക്ഷത്തിൽ അവിടെ ഈ മട്ടുപ്പാവിലിരിക്കുന്ന ആളുകൾക്കും അവിടുത്തെ വലിയ പ്രാമാണിക രാജസദസ്സിലും ഇരുന്ന് പരിചയമുള്ള ആളുകൾക്ക് അവർക്ക് ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ട് രുചിക്കുന്നൊരു ഏർപ്പാടല്ല. അതുകൊണ്ട് അവരുടെ സുഖലോലുപത നോക്കി തപ്പിത്തേടി പോകും. അവരതുവഴി പോകട്ടെ. നമ്മൾ വ്യത്യസ്തരായ ആളുകളാണ്. തിരുവനന്തപുരം എന്തായാലും കേരളത്തിലേക്ക് വന്നതുകൊണ്ട് കഴിഞ്ഞ 2019 ഇലക്ഷൻ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം ഉണ്ടായ ഇലക്ഷൻ. സാമാന്യമായിട്ട് കേരളത്തിൻ്റെ പാർലമെൻറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലവും UDF ആണ്. ഒരു ആദ്യ UPA സർക്കാരിൻ്റെ കാലത്തെ 18 സീറ്റ് LDF ജയിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 19 വന്നിട്ടുണ്ട്. കൂടുതൽ എപ്പോഴും കിട്ടുക UDF-നാണ്. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഒരു സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നു, BJPക്ക് എതിരായിട്ടുള്ള ഒരു വരും. അപ്പോൾ 19 സീറ്റും UDF ജയിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ 19 സിറ്റിംഗ് MP ഒരാളതിനകത്ത് തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസ് പാർട്ടി ഗ്രൂപ്പ് LDF-ലേക്ക് പോയപ്പോൾ പിന്നീട് ഇതായി. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടത് UDF സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ ആ 19 പേര് ജയിച്ച ആ ഒരു സാഹചര്യം ഇക്കുറി ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? 19 പേര് ജയിക്കുന്ന സമയത്ത് CL എന്നോട് സൂചിപ്പിച്ച ഒരു കാര്യം കറക്റ്റാണ്. ആ 19 പേര് ജയിക്കുന്ന സമയത്തുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം ഒന്നുകൂടി ഉണ്ട്. ശബരിമല പ്രശ്നം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് നമ്മളുടെ ഈ തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തുണ്ടായ വികാരം ചെറുതല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ജയിച്ചു. ഒരു സീറ്റ് മാത്രം നമ്മൾ ചെറിയ 5000 വോട്ടിനാണ് അത് തോറ്റത്. എന്നാലും തോറ്റത് തന്നെയാണല്ലോ. ആ ബാക്കിയുള്ള എല്ലാ സീറ്റുകളും നമ്മൾ ജയിച്ചു. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ജനങ്ങളുണ്ടെന്നും കോൺഗ്രസ് അവർക്ക് ഒരു നിഷേധിക്കപ്പെട്ട സാധനമല്ലെന്നും ഒക്കെ കേരളം തെളിയിച്ചു. അത് നാളെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഞങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നമ്മളുടെ ഈ 9 കൊല്ലക്കാലം 8 കൊല്ലം കഴിഞ്ഞു 9 കൊല്ലക്കാലമായി കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരുടെ വിലവർദ്ധനവ് ഇപ്പോഴും അവർ ന്യായവില കൂട്ടിയിരിക്കുകയാണ്. ഏതിന്? നമ്മളുടെ മാവേലി സ്റ്റോറുകളിൽ. അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരു സൗകര്യങ്ങളും കിട്ടുന്നില്ലല്ലോ. KSRTC താറുമാറാക്കിയില്ലേ? സാധാരണക്കാരൻ്റെ യാത്രാ സൗകര്യമുള്ളതല്ലേ അത് താറുമാറാക്കിയില്ലേ? നിയമസമാധാനം എന്നത്തേക്കാൾ കൂടുതൽ വഷളാക്കിയില്ലേ? നമ്മളുടെ സ്ത്രീ സുരക്ഷിതത്വം ഇത്രയും അപമാനിക്കപ്പെട്ട ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഭരണകൂടത്തിൻ്റെ തലപ്പത്ത് എത്രയാ അഴിമതി ആക്ഷേപങ്ങൾ.
ഞാൻ സാധാരണഗതിയിൽ അഴിമതി ആക്ഷേപം പറയുന്ന ഒരാളല്ല. പക്ഷേ ഇത് ഒറ്റ വാക്കിലെങ്കിലും പറയണ്ടേ? കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ പറ്റുമോ? എന്തെല്ലാം ആക്ഷേപങ്ങളാണ്, എന്തെല്ലാം ആക്ഷേപം. ഗവൺമെൻറ് പോലും സമ്മതിക്കുന്നുണ്ടല്ലോ ചില കാര്യങ്ങളിൽ. ഞാൻ ഷെയർ ചെയ്യാത്ത ഒരു കാര്യം, ഇപ്പം CPIM അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ 19 സീറ്റും ജയിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് ശബരിമല കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഞാനതിനെ അങ്ങനെ കാണുന്നില്ല. UDF പറയുന്നു അതൊരു കാരണമാണെന്ന്, നിങ്ങളും പറയുന്നുണ്ട്. ഞാനത് കാണുന്നത് ആ 19 സീറ്റിൻ്റെ വിജയം കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയിലും ജനാധിപത്യ സംവിധാനത്തിലും അർപ്പിച്ച വിശ്വാസമായിട്ടാണ് ഞാനതിനെ വായിച്ചെടുക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു പ്ലസ് പോയിന്റ് കൂടെ ഉണ്ട്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി ജനങ്ങളിലുണ്ടാകുന്ന അത്യുത്സാഹം, ഉത്സാഹം മാത്രമല്ല അത്യുത്സാഹം ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നേരെ തിരിഞ്ഞു. വെച്ചാൽ 99 സീറ്റ് ഭരിച്ചിരുന്ന മുന്നണി നേടുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ആ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 കൊല്ലമായിരുന്നു. അപ്പോൾ അവർക്ക് ഡൽഹിക്ക് ആര് പോയാലും കുഴപ്പമില്ല, കേരളത്തിൽ ഇത് ഞങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നുള്ള താല്പര്യമാണോ? അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ അല്ല, അത് അവരെടുത്തല്ല, ജനങ്ങളാണല്ലോ. ജനങ്ങൾ അത് തിരിച്ചോട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോയിൻ്റ്, ആദ്യം പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവണം. അതാണ് ഞാൻ പറഞ്ഞത്. അത് ശബരിമലയ്ക്ക് കൊടുത്ത വോട്ടിനേക്കാൾ കേരളത്തിലെ ജനങ്ങൾ മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും എന്ന് തെളിയിച്ച ഇലക്ഷനായിരുന്നു. പക്ഷേ അതൊരു ആ നിലയ്ക്കുള്ള ഒരു അനുകൂല ഘടകം കോൺഗ്രസിനാണ് കിട്ടുന്നത്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് വന്നപ്പോൾ അത് ആ ജനം തന്നെ കേരളത്തിൽ ഇവർ ഭരിച്ചാൽ മതി എന്ന് തീരുമാനിക്കും. അത് മാറി ഇപ്പോൾ കേരളത്തിലായാലും നമ്മൾ നേരത്തെ ആദ്യം നമ്മുടെ ദേശീയ സ്ഥിതികളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലെന്ന പോലെ തന്നെ അതിൻ്റെ ഒരു മുസ്ലിം ജീവിതത്തിൻ്റെ സുരക്ഷിതത്വമില്ലായ്മ കേരളത്തിലില്ലെങ്കിലും അവരത് മനസ്സിൽ പേറുന്നവരാണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന നമുക്കറിയാം മണിപ്പൂർ, ഇവിടുത്തെ ന്യൂനപക്ഷ ക്രിസ്ത്യൻ ന്യൂനപക്ഷവും ഇപ്പോൾ അതിന് ശേഷം രാമക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ എന്തിനും കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ വരെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്കണ്ഠ ഇവിടുത്തെ ന്യൂനപക്ഷം ഉണ്ടാവുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ന്യൂനപക്ഷ എല്ലാ കാലവും UDFൻ്റെ ഏറ്റവും ഉറച്ച ഒരു നമ്മൾ വോട്ടർമാരെ വോട്ട് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത് ശരിയുമല്ല. UDF പക്ഷത്ത് നിന്നിരുന്നവരാണ് ന്യൂനപക്ഷങ്ങൾ. പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിൻ്റെ കണക്ക് നമ്മൾ വിശകലനം ചെയ്താൽ ന്യൂനപക്ഷത്തു നിന്നും നല്ലൊരൊഴുക്ക് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായാലും കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട്. ഈ ഒഴുക്ക് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അത് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പറഞ്ഞ വാദത്തിനകത്ത് 2 ഭാഗമുണ്ട്. കാരണം ന്യൂനപക്ഷത്തിൻ്റെ ഒരു അരക്ഷിത ബോധം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവ് മണിപ്പൂർ തന്നെയാണ്. മണിപ്പൂർ മാത്രമല്ല, നമ്മുടെ തെക്കേന്ത്യ സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷത്തിനൊരു സുരക്ഷിതത്വം ഇല്ല എന്നൊരു തിങ്കിങ് വന്നിട്ടുണ്ട്. ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം കിട്ടുന്നില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അത് കിട്ടുന്നില്ല. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള അന്നത്തെ വിഷമങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. അവർ സുരക്ഷിതരാണ് എന്നൊരു തോന്നലുണ്ടായിട്ടില്ല. ഇന്നും ഒരു ആർച്ച് ബിഷപ്പിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു, ഇവിടെ ന്യൂനപക്ഷം സുരക്ഷിതരല്ല എന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് മാത്രം പറയുന്നതല്ല, പക്ഷേ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ ന്യൂനപക്ഷത്തിന് സുരക്ഷിതത്വമില്ല എന്നൊരു തിങ്കിങ്ങിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ന്യൂനപക്ഷത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടതാരാ? ഇന്ത്യ ഗവൺമെൻറ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കയറിയിറങ്ങി അവരുമായിട്ട് ഹലോ വെച്ച് അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്ര ഫ്ലിംസിയാണോ ഈ കാണുന്ന കാര്യങ്ങൾ? ഒരു ഹലോ വെച്ചാൽ ഉടനെ തീരുന്നതാണോ? മണിപ്പൂരിലെ പള്ളിയെല്ലാം കൂടെ കൂട്ടിച്ചേരുമോ? അവിടെയെല്ലാം പോയ അവർക്ക് നഷ്ടപ്പെട്ട സ്വത്തുകൾ അവർക്ക് മടക്കി കിട്ടുമോ? നഷ്ടപ്പെട്ടു പോയ ജീവൻ അവർക്ക് മടക്കി കിട്ടുമോ? ഇതൊക്കെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രചരണം എന്നുള്ളതല്ലാതെ അതിനേക്കാൾ അപ്പുറത്ത് ഒരു പ്രതിഫലവും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ.
അതുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗം ഇപ്പോഴും വളരെ അരക്ഷിതത്വ ബോധത്തോടു കൂടിയാണ്. അവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാകണമെന്ന് വരികിൽ ന്യൂനപക്ഷത്തിന് ഭരണഘടനാപരമായ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന, ഭരണഘടനയ്ക്ക് രൂപവും ഭാവവും കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരണം. അത് കിട്ടും, നമ്മൾ സീറ്റ് കിട്ടുമോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഈ ന്യൂനപക്ഷത്തിൻ്റെ അരക്ഷിതാവസ്ഥ ശൂന്യതയിൽ നിന്നുണ്ടായത് ഒരു കാര്യമല്ല. ആ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിലും അതിൻ്റെ റിഫ്ലക്ഷൻസ് ചിലത് കേരളത്തിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഒരർത്ഥത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ എന്തായാലും LDFന് ഒരു നരേന്ദ്രമോദിക്ക് ബദലിലെ ഒന്നും കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ഇവിടെ BJPയെ അല്ലെങ്കിൽ ഈ സംഘപരിവാർ ശക്തികളെ, അവരുടെ ആശയങ്ങളെ വളരെ തീവ്രമായി എതിർക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ UDF ഞങ്ങളുടെ സുരക്ഷിതത്വത്തിന് ഉറപ്പുവരുത്തുകയും മറ്റവരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നൊരു ബോധ്യം ഈ ന്യൂനപക്ഷങ്ങളിലേക്ക് കൊടുക്കാൻ കോൺഗ്രസ്സിന് കേരളത്തിൽ കഴിയുന്നുണ്ടോ? ഇവിടെ എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് കേരളത്തിൽ എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. കേരളത്തിലാണ് എന്ന് വരികിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രുവാണ്. അതിൻ്റെ കാരണം എന്താ? അവർ ഞങ്ങളുമായിട്ടാണ് മുഖാമുഖം ഫൈറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ 140 സ്ഥലത്ത് മത്സരിക്കുമ്പോൾ അവർ 140 സ്ഥലത്ത് മത്സരിക്കുകയാണ്. അവർ മുഖാമുഖം മത്സരിക്കുകയാണ്. ഞങ്ങൾക്കുള്ളതായിട്ട് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ മത്സരം കേരളത്തിൽ നടത്തുന്ന ഇടതുപക്ഷമായിട്ടാണ്. BJP എടുക്കുന്ന നിലപാട്, BJP കേരളത്തിൽ 3ാമത്തെ ശക്തി മാത്രമാണ്. BJP ഇവിടുത്തെ 1ഉം 2ഉം ശക്തിയല്ല, 3ാമത്തെ ശക്തിയാണ്. നിങ്ങളെന്തുകൊണ്ടാണ് ഈ 3ാമത്തെ ശക്തിക്ക് എതിരായിട്ട് ഞങ്ങളെ എതിർക്കുന്ന പോലെ എതിർക്കാത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ അവർ നിൽക്കുന്ന സ്റ്റാറ്റസ് അവർ നിലനിർത്തിക്കൊണ്ടു പോകാം, നിങ്ങൾ തമ്മിൽ തല്ലിക്കൂ എന്നല്ലേ. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളും അതേ പ്രതിപക്ഷ ബെഞ്ചുകളിലുള്ള BJP ആയിട്ട് ഞങ്ങൾ മുഖാമുഖം ഫൈറ്റ് ചെയ്ത് എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു ഫൈറ്റ് പോകണം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ പിന്നെ പ്രതിപക്ഷമില്ലല്ലോ. കേരളത്തിൽ പ്രതിപക്ഷം തമ്മിലടിക്കുകയല്ലേ. ഞങ്ങൾ ചെയ്തെന്താ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇഷ്യൂ ബേസ്ഡ് ആയിട്ടല്ലേ ഫൈറ്റ് തുടങ്ങും. അതെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള LDF അവർ ഭരണം നടത്തുന്നു. അവരെടുക്കുന്ന തെറ്റുകളെ ഞങ്ങൾ ഡൽഹിയിൽ പോയി പറഞ്ഞാൽ മതിയോ? ഞങ്ങളെ പാർലമെൻറ്റിൽ ചോദിച്ചാൽ മതിയോ? അത് ചോദിക്കേണ്ടത് ഇവിടെയല്ലേ? ഇവിടെ ചോദിച്ചാൽ ഉടനെ പറയും നിങ്ങൾ അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ചോദ്യം ചോദിക്കുന്നതെന്ന് പറയുന്നത്. അതൊരു ഇഷ്യൂ. ഞാൻ എൻ്റെ വൊക്കാബുലറിയിൽ അതിന് പറ്റുന്നൊരു പദപ്രയോഗം വരുന്നില്ല. എന്നാലും അതൊരു ബുദ്ധിപരമല്ല എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. അവർ വന്ന ശക്തിയായിട്ട് നിൽക്കും. ഞങ്ങളിപ്പുറത്തും എതിരായിട്ടുള്ള കോൺഗ്രസ് ജനാധിപത്യ ചേരിയുണ്ട്. ആ ജനാധിപത്യ ചേരിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ കേരളത്തിൽ അവരെയാണ് ആദ്യം എതിർക്കേണ്ടത്. കാരണം അവരുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നത്, അവരാണ് 22 മന്ത്രിമാരുമായിട്ടിരിക്കുന്നത്, അവരാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. കേരള ഖജനാവിൻ്റെ ആധിപത്യം അവർക്കാണ്, കേരളത്തിൻ്റെ ഭരണം അവർക്കാണ്. ഈ 1,92,000 കോടി രൂപയുടെ ബജറ്റ് അവരാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും മിണ്ടരുത്, ഞങ്ങളിതൊക്കെ ചെയ്തോളാം, നിങ്ങൾ വേണം. ഞാൻ ചോദിച്ചതിൽ നിങ്ങളിവിടെ ഒന്നും മിണ്ടരുത് എന്തെങ്ങനെയാണ് അർത്ഥമാവുക? അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ. പക്ഷേ ഞാൻ ഉന്നയിച്ചത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂനപക്ഷത്തിൻ്റെ അരക്ഷിതമായ അവസ്ഥ ആര് സൃഷ്ടിച്ചതാണ്? ആ സൃഷ്ടിച്ച ശക്തികളോട് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഫൈറ്റുകൾ പലപ്പോഴും ഉണ്ടല്ലോ. മാത്രമല്ല, ഞങ്ങൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ BJP ആയിട്ട് ഇതുപോലെ മുഖാമുഖം ഫൈറ്റ് ചെയ്ത ഒരു പാർട്ടിയുടെ പേര് പറ. അല്ല, അതിപ്പോൾ കോൺഗ്രസ് തന്നെയാണല്ലോ. ആണല്ലോ, അതാ ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി. മോഡി ഒരു നാക്കെടുത്ത് തിരിച്ചാൽ രാഹുൽ ഗാന്ധിയെ 4 പറയാതിരിക്കുകയല്ലോ. ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്രയോ ആളുകളുണ്ട്. അതിൽ രാഹുൽ ഗാന്ധിയെ പുറത്താക്കാനല്ലേ അവർ ശ്രമിച്ചുള്ളൂ. ഈ പറയുന്ന തരത്തിലുള്ള നിലപാട് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗമെങ്കിലും LDFിലേക്ക് വെച്ചാൽ സാധാരണയായി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അസംബ്ലിയിൽ കിട്ടിയതുപോലെ കിട്ടിക്കൊള്ളുന്നില്ല. അതിനുള്ളൊരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ? ഒരു കാരണവശാലും മോഡിക്ക് അനുകൂലമായ ന്യൂനപക്ഷ വിഭാഗം വോട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരു ഉറക്കത്തിൽ പോലും വിശ്വസിക്കുന്നില്ല. മോഡിക്ക് അനുകൂലമായിട്ടല്ലല്ലോ LDFിന് വോട്ട് ചെയ്യുന്നത്. അല്ല, എങ്ങനെ LDFിന് വോട്ട് ചെയ്താൽ അത് മോഡിക്ക് അനുകൂലം അല്ലല്ലോ. അല്ല, LDF എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നമ്മുടെ പാർലമെൻറ്റിനകത്തുള്ള അംഗങ്ങളുടെ എണ്ണം നോക്കിയാൽ കൈപ്പത്തിക്കകത്ത് എത്രയുണ്ടെന്നുള്ളതിൽ നോക്കൂ. കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു വന്ന ആളുകളുടെ എണ്ണം
മേളിലോട്ട് കയറിയെങ്കിലേ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ നമ്മളെ വിളിക്കൂ. ആ കൈപ്പത്തി ചിഹ്നത്തിൽ കിട്ടേണ്ടതിന് പകരം പലയിടത്തായി ചിതറിപ്പോയാൽ നമ്മളെ വിളിക്കുമോ? അപ്പം നമ്മൾ പറയുന്ന അവർക്ക് മോഡിയോട് വിരോധം ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കൈപ്പത്തി എണ്ണം വർദ്ധിപ്പിച്ച് അങ്ങനെ മോഡിക്ക് ബദലായിട്ടൊരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുക ചെയ്യേണ്ടത്. അതിന് കഴിയട്ടെ. കോൺഗ്രസിൽ നിന്നുള്ള ആശംസകളോടുകൂടി നമുക്ക് ഈ സംഭാഷണം നിർത്താമെന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച്.